ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ 150ാം സ്ഥാപക ദിനാഘോഷത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. മോസം ദൌത്യത്തിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. മകരസംക്രമ പൂജയ്ക്കൊരുങ്ങി ശബരിമല. മകരവിളക്ക് ദർശനത്തിനുള്ള കാത്തിരിപ്പുമായി ഭക്തർ. മഹാകുംഭമേളയിലും ഇന്ന് സവിശേഷ ദിനം. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സ്പാനിഷ് വിദേശകാര്യമന്ത്രി ഹൊസെ മനുവൽ അൽവാരസുമായി മാഡ്രിഡിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. രാജ്യാന്തര ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യും. തദ്ദേശീയമായി വികസിപ്പിച്ച 3ാം തലമുറ ടാങ്ക് വേധ മിസൈലായ നാഗ് MK2 പരീക്ഷണം വിജയം. ISL ഫുട്ബോളിൽ ഒഡീഷ FCക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. വാർത്തകൾ വിശദമായി. കാലാവസ്ഥാ വ്യതിയാനം മുൻകൂട്ടി അറിയാനും നേരിടാനും രാജ്യത്തെ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന മിഷൻ മോസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ 150ാം സ്ഥാപക ദിനാഘോഷത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. വിശദാംശങ്ങൾ. അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെയും സംവിധാനങ്ങളുടെയും സഹായത്തോടെ കാലാവസ്ഥാ നിരീക്ഷണം ശക്തമാക്കിയാവും മിഷൻ മൌസം ലക്ഷ്യം കൈവരിക്കുക. കാലാവസ്ഥാ മാറ്റങ്ങളെക്കുറിച്ചുള്ള ധാരണ മെച്ചപ്പെടുത്തുന്നതിനും അന്തരീക്ഷ വായുവിന്റെ ഗുണനിലവാര വിവരം നൽകുന്നതിലും ദൌത്യം ശ്രദ്ധ കേന്ദ്രീകരിക്കും. കാലാവസ്ഥാ പ്രവചനം, വ്യതിയാന ലഘൂകരണം എന്നിവയ്ക്കുള്ള പദ്ധതികൾ ഉൾപ്പെടുത്തി IMD വിഷൻ 2047 എന്ന വീക്ഷണരേഖയും ശ്രീ മോദി പുറത്തിറക്കും. കഴിഞ്ഞ 150 വർഷത്തിനിടയിലെ IMDയുടെ പ്രവർത്തനങ്ങളും നേട്ടങ്ങളും ഉൾപ്പെടുത്തിയുള്ള പ്രദർശനവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സ്പാനിഷ് വിദേശകാര്യമന്ത്രി ഹൊസെ മനുവൽ അൽവാരസുമായി മാഡ്രിഡിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ, നഗരവികസനം, റെയിൽ തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണം സംബന്ധിച്ച് ക്രിയാത്മക ചർച്ചകൾ നടന്നതായി വിദേശകാര്യമന്ത്രി പറഞ്ഞു. ശക്തമായ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ബന്ധങ്ങളുടെയും വിശ്വസനീയമായ മെഡിറ്ററേനിയൻ പങ്കാളിത്തത്തിന്റെയും വക്താവെന്ന നിലയിൽ ഇന്ത്യ സ്പെയിനിനെ വിലമതിക്കുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കായികരംഗത്തും സുസ്ഥിര വികസനത്തിലും ഇരു രാജ്യങ്ങളും തമ്മിൽ 2 കരാറുകളിൽ ഇന്നലെ ഒപ്പുവച്ചു. നടപ്പു സാമ്പത്തിക വർഷത്തിൽ ഇതുവരെ രാജ്യത്തിന്റെ പ്രത്യക്ഷ നികുതി വരുമാനം 16% ഉയർന്ന് 16,90,000 കോടി രൂപയിലെത്തി. കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡിന്റെ കണക്കനുസരിച്ച് മൊത്തം പ്രത്യക്ഷ നികുതി വരുമാനവും 20% വളർച്ച കൈവരിച്ച് 20 ലക്ഷം കോടി രൂപയായി. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതേ കാലയളവിൽ ഏകദേശം 17 ലക്ഷം കോടി രൂപയായിരുന്നു സമാഹരിച്ചത്. കോർപ്പറേറ്റ് നികുതി വരുമാനമായി ഏകദേശം 10 ലക്ഷം കോടി രൂപയും കോർപ്പറേറ്റ് ഇതര നികുതി ഏകദേശം 11 ലക്ഷം കോടി രൂപയുമാണ് ലഭിച്ചത്. അതേസമയം രാജ്യത്തെ വിലക്കയറ്റത്തിന് ശമനം. 5.22% 2024 ഡിസംബറിൽ രാജ്യത്തെ റീറ്റെയിൽ പണപ്പെരുപ്പം. നവംബറിൽ ഇത് 5.48%. 5 ദിവസത്തെ സന്ദർശനത്തിനായി സിംഗപ്പൂർ പ്രസിഡന്റ് ധർമ്മൻ ഷൺമുഖരത്നം ഇന്ന് ഇന്ത്യയിലെത്തും. സിംഗപ്പൂർ പ്രസിഡന്റായി സ്ഥാനമേറ്റ ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ ഇന്ത്യൻ സന്ദർശനമാണിത്. രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ആഗോള സമാധാനത്തിനും സുസ്ഥിരതയ്ക്കും വളർച്ചയ്ക്കും വേണ്ടിയാണ് ഇന്ത്യ നിലകൊള്ളുന്നതെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. ന്യൂഡൽഹിയിൽ ന്യൂയോർക്ക് സർവകലാശാലയിലെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകത്തിന്റെ സാംസ്കാരിക കേന്ദ്രമാണ് ഇന്ത്യയെന്നും ഏറ്റവും പുരാതനവും ഊർജ്ജസ്വലവുമായ ജനാധിപത്യ രാജ്യമാണിതെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. In an institute like yours, there is no debate. How can 1/6 of humanity, that is India, a vibrant democratic nation, democracy at all levels, is not a permanent member of United Nations Security Council? That should be agitating your minds. We stand for peace. We stand for harmony. We stand for universal good. തദ്ദേശീയമായി DRDO വികസിപ്പിച്ച 3ാം തലമുറ ടാങ്ക് വേധ ഗൈഡഡ് മിസൈലായ നാഗ് MK2ന്റെ ഫീൽഡ് പരീക്ഷണം വിജയം. പൊക്രാൻ ഫീൽഡ് റേഞ്ചിൽ കരസേനയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരുന്നു പരീക്ഷണം. ഇതുവരെ 3 ഫീൽഡ് പരീക്ഷണങ്ങളാണ് നടന്നത്. മിസൈലിന്റെ പ്രഹരശേഷി തെളിഞ്ഞതിനാൽ ഉടൻ സേനയുടെ ഭാഗമാക്കും.
45 ദിവസം നീളുന്ന മഹാകുംഭമേളയിൽ പ്രധാന ചടങ്ങുകളിലൊന്നായ മകരസംക്രാന്തി ദിനത്തിലെ പവിത്ര സ്നാനം ഇന്ന് നടക്കും. രണ്ടാം ദിനം 3 കോടി തീർത്ഥാടകർ പ്രയാഗ്രാജിലെത്തുമെന്നാണ് പ്രതീക്ഷ. പൌഷ പൂർണിമ ദിനത്തിലെ ആദ്യ പുണ്യസ്നാനത്തോടെ ഇന്നലെ പുലർച്ചെയാണ് ലോകത്തെ ഏറ്റവും വലിയ തീർത്ഥാടക സംഗമമായ മഹാകുംഭമേളയ്ക്ക് തുടക്കമായത്. ഇന്നലെ മാത്രം 1.5 കോടി ജനങ്ങളാണ് ത്രിവേണി സംഗമത്തിലെ പുണ്യസ്നാനത്തിൽ പങ്കെടുത്തത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ശബരീശന് ഇന്ന് മകരവിളക്ക്. മകരസംക്രമ പൂജ രാവിലെ 8:45 നടക്കും. വൈകിട്ട് നടക്കുന്ന ജ്യോതി ദർശനത്തിനായി കാത്തിരുന്ന് ഭക്തർ. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. മകരജ്യോതി ദർശനത്തിനായി മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ വലിയ ഭക്തജന തിരക്കിലാണ് സന്നിധാനവും പരിസര പ്രദേശവും. രാവിലെ 8:45 മകരസംക്രമ പൂജ നടക്കും. സന്നിധാനത്ത് 1.5 ലക്ഷം തീർത്ഥാടകരെയാണ് ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നത്. വലിയ സജ്ജീകരണങ്ങളാണ് ഇതിനായി ഒരുക്കിയിട്ടുള്ളത്. രാവിലെ 10 വരെ മാത്രമേ നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്ക് വാഹനങ്ങൾ കടത്തിവിടുകയുള്ളൂ. ഉച്ചയ്ക്ക് 12 കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് 5:30 കഴിഞ്ഞ് പമ്പയിൽ നിന്നും ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടൂ. ഈ വർഷത്തെ ഹരിവരാസനം പുരസ്കാരം കവിയും ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് ഇന്ന് സമ്മാനിക്കും. ശബരിമല സന്നിധാനം ശാസ്ത ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി VN വാസവൻ പുരസ്കാരം നൽകും. തൈപ്പൊങ്കൽ പ്രമാണിച്ച് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ 6 ജില്ലകൾക്ക് ഇന്ന് അവധി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകൾക്കാണ് അവധി നൽകിയത്. കൊച്ചി ക്യുസാറ്റിൽ ആരംഭിക്കുന്ന രാജ്യാന്തര ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് 2 ദിവസത്തെ കോൺക്ലേവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രിമാരായ R. ബിന്ദു, KN ബാലഗോപാൽ, P. രാജീവ് തുടങ്ങിയവരും അക്കാദമിക് രംഗത്തെ വിദഗ്ധരും പങ്കെടുക്കും. പട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും മലയാളിയുമായ K. വിനോദ് ചന്ദ്രനെ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിച്ചു. കൊളീജിയം നൽകിയ ശുപാർശ സർക്കാർ അംഗീകരിച്ചതോടെ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉത്തരവിറക്കി. ദീർഘകാലം കേരള ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ 2023 മാർച്ചിലാണ് പട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായത്. പത്തനംതിട്ടയിൽ വിദ്യാർത്ഥിനിയെ നിരന്തര പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ ഇന്നലെ അറസ്റ്റിലായത് 14 പേർ. 29 കേസുകളിലായി 42 പ്രതികളാണ് ഇതുവരെ അറസ്റ്റിലായത്. ഇലവുംതിട്ട, പത്തനംതിട്ട, പന്തളം, മലയാലപ്പുഴ എന്നീ പോലീസ് സ്റ്റേഷനുകളിലായാണ് കേസുകളുള്ളത്. കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആകെ 58 പ്രതികളാണ് കേസിലുള്ളത്. അറസ്റ്റിലായവരിൽ 4 പേർ പ്രായപൂർത്തിയാകാത്തവരാണ്. ന്യൂഡൽഹിയിൽ നടന്ന ഖോ-ഖോ ലോകകപ്പ് ഗ്രൂപ്പ് A ഏറ്റുമുട്ടലിൽ നേപ്പാളിനെതിരെ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ, ഖോ-ഖോ ഫെഡറേഷൻ പ്രസിഡന്റ് സുധാൻഷു മിത്തൽ എന്നിവർ ചേർന്ന് ഖോ-ഖോ ലോകകപ്പ് 2025 ഔപചാരികമായി തുടക്കം കുറിച്ചു. കൊച്ചിയിൽ നടന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 2-3 ഗോളിന് ഒഡീഷ FCയെ പരാജയപ്പെടുത്തി. അവസാന 30 മിനിറ്റിനുള്ളിലാണ് ബ്ലാസ്റ്റേഴ്സ് 3 ഗോളും നേടിയത്. ഇന്ന് ഗുവാഹത്തിയിലെ ഇന്ദിരാഗാന്ധി അത്ലറ്റിക് സ്റ്റേഡിയത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ഗോവയെ നേരിടും. രാത്രി 7:30 മത്സരം. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിൽ സെർബിയൻ ഇതിഹാസ താരം നൊവാക് ജോക്കോവിച്ചിന് വിജയത്തോടെ തുടക്കം. മെൽബണിൽ ഇന്ത്യയിൽ വേരുകളുള്ള US താരം നിഷേഷ് ബസവറെഡ്ഡിയെയാണ് ജോക്കോവിച്ച് പരാജയപ്പെടുത്തിയത്. 2025 ഹജ്ജ് കരാറിനെ സ്വാഗതം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹജ്ജ് തീർത്ഥാടകർക്ക് മെച്ചപ്പെട്ട തീർത്ഥാടന അനുഭവം ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജുവും സൌദി അറേബ്യൻ ഹജ്ജ് ഉംറ മന്ത്രി ഡോക്ടർ തൌഫീഖ് ബിൻ ഫൌസാൻ അൽ റബിയയും തമ്മിലാണ് ജിദ്ദയിൽ 2025 ഹജ്ജ് കരാറിൽ ഒപ്പുവെച്ചത്. നാളെ നടത്താൻ നിശ്ചയിച്ചിരുന്ന UGC നെറ്റ് പരീക്ഷ പൊങ്കൽ, മകരസംക്രാന്തി ഉത്സവങ്ങൾ കാരണം മാറ്റിവെച്ചതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ 150ാം സ്ഥാപക ദിനാഘോഷത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. മോസം ദൌത്യത്തിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. മകരസംക്രമ പൂജയ്ക്കൊരുങ്ങി ശബരിമല. മകരവിളക്ക് ദർശനത്തിനുള്ള കാത്തിരിപ്പുമായി ഭക്തർ. മഹാകുംഭമേളയിലും ഇന്ന് സവിശേഷ ദിനം. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ സ്പാനിഷ് വിദേശകാര്യമന്ത്രി ഹൊസെ മനുവൽ അൽവാരസുമായി മാഡ്രിഡിൽ ഉഭയകക്ഷി ചർച്ച നടത്തി.
രാജ്യാന്തര ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യും. തദ്ദേശീയമായി വികസിപ്പിച്ച 3ാം തലമുറ ടാങ്ക് വേദ മിസൈലായ നാഗ് MK-2 പരീക്ഷണം വിജയം. ISL ഫുട്ബോളിൽ ഒഡീഷ FCക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.